എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ ഒരു പുതിയ കഥാപരമ്പര തുടങ്ങുകയാണ്. പ്രണയതീരം എന്ന ഈ പ്രണയകഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അധ്യായം 1. കടലോരത്തെ കാത്തുനിൽപ്പ്. കൊച്ചി, അറബിക്കടലിന്റെ റാണി. ഈ നഗരത്തിന് 1000 കഥകൾ പറയാനുണ്ടാകും. കച്ചവടത്തിന്റെ, യുദ്ധത്തിന്റെ, അതിലുപരി പ്രണയത്തിന്റെ. ഫോർട്ട് കൊച്ചിയിലെ ഇടുങ്ങിയ തെരുവുകളിലൂടെ നടക്കുമ്പോൾ പഴയ കാലത്തിന്റെ മണം ഇപ്പോഴും അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. അന്ന് ആകാശം അല്പം കറുത്തിരുണ്ടിരുന്നു. കടൽ പ്രക്ഷുബ്ധമാണ്. ഉപ്പിന്റെ മണമുള്ള കാറ്റ് ശക്തിയായി വീശുന്നുണ്ട്. കടൽ തീരത്തെ ചൈനീസ് വലകൾ കാറ്റിലാടുന്നു. ടൂറിസ്റ്റുകൾ തിരക്ക് കൂട്ടിയിരുന്ന ആ വൈകുന്നേരം പെട്ടെന്ന് നിശബ്ദമായി. ഒരു വലിയ മഴ പെയ്യാൻ പോകുന്നു എന്ന സൂചന പ്രകൃതി നൽകിക്കഴിഞ്ഞു. സാൻക്രൂസ് ബസിലിക്കയിലെ മണിമുഴക്കം അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. വൈകുന്നേരത്തെ ലുത്തിനിയ കഴിഞ്ഞ് ആളുകൾ പള്ളിക്ക് പുറത്തേക്കിറങ്ങുകയാണ്. ആ കൂട്ടത്തിൽ വെളുത്ത ചുരിദാറും തലയിൽ ഒരു ചെറിയ തട്ടവുമിട്ട് മരിയ പുറത്തേക്ക് വന്നു. അവളുടെ കയ്യിൽ ഒരു പഴയ ജപമാലയുണ്ടായിരുന്നു. മരിയയുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു ശാന്തതയുണ്ട്, എന്നാൽ ആഴത്തിൽ എന്തോ ഒരു തിരച്ചിൽ ഒളിപ്പിച്ചു വെച്ചതുപോലെ. മരിയ പള്ളിമുറ്റത്ത് നിന്ന് റോഡിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് ആകാശത്ത് ഇടിമിന്നൽ വെട്ടി. മഴത്തുള്ളികൾ ഓരോന്നായി മണ്ണിൽ പതിച്ചു തുടങ്ങി. നനയാതിരിക്കാൻ അവൾ അടുത്തുള്ള ഒരു കഫേയുടെ വരാന്തയിലേക്ക് ഓടിക്കയറി. അവിടെയാണ് അവൻ നിന്നിരുന്നത്. ജെറോം. തോളിൽ ഒരു ഗിറ്റാർ ബാഗും ചുണ്ടിൽ ഒരു ചെറിയ മൂളിപ്പാട്ടുമായി ജെറോം കടലിനെ നോക്കി നിൽക്കുകയായിരുന്നു. കൊച്ചിയിലെ പ്രാദേശിക ബാൻഡുകളിൽ പാട്ടുപാടുന്ന സംഗീതം ശ്വാസമായി കൊണ്ടു നടക്കുന്ന യുവാവ്. ജെറോമിനെ മരിയയ്ക്ക് നേരത്തെ അറിയാം. പള്ളിയിലെ കൊയറിലും കടൽ തീരത്തെ കഫേകളിലും അവൻ പാടുന്നത് അവൾ ദൂരെയെന്നു കേട്ടിട്ടുണ്ട്. മരിയ, നീയും മഴയിൽപ്പെട്ടു അല്ലേ? ജെറോം ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മരിയ ഒന്ന് ഞെട്ടി. അവൻ തന്റെ പേര് വിളിച്ചത് അവളിൽ ഒരു ചെറിയ പരിഭ്രമമുണ്ടാക്കി. അതേ ജെറോം, കുടയെടുക്കാൻ വിട്ടുപോയി. പെട്ടെന്ന് മഴ പെയ്യുമെന്ന് കരുതിയില്ല. അവൾ മുടിയിലെ മഴത്തുള്ളികൾ കുടഞ്ഞുകൊണ്ട് പറഞ്ഞു. കൊച്ചിയിലെ മഴ അങ്ങനെയാണ് മരിയ. അത് ആരോടും അനുവാദം ചോദിക്കില്ല. വരണമെന്ന് തോന്നുമ്പോൾ വരും, പ്രണയം പോലെ. ജെറോം ഗിറ്റാർ ബാഗ് ഭദ്രമായി ചേർത്ത് പിടിച്ചു. മരിയൊന്നും മിണ്ടിയില്ല. അവൾ പുറത്തെ മഴയിലേക്ക് നോക്കി നിന്നു. കഫേയിൽ നിന്ന് വരുന്ന കാപ്പിയുടെ മണവും നനഞ്ഞ മണ്ണിന്റെ ഗന്ധവും ആ അന്തരീക്ഷത്തെ കൂടുതൽ മനോഹരമാക്കി. നീ ഇന്ന് പള്ളിയിൽ പാടിയ പാട്ട് ഞാൻ കേട്ടിരുന്നു, മരിയ പതുക്കെ പറഞ്ഞു. ആ വരികൾ, അത് നീ തന്നെ എഴുതിയതാണോ? ജെറോം ഒന്ന് പുഞ്ചിരിച്ചു. അതെ, മനസ്സിൽ ചിലപ്പോൾ ചില വരികൾ വരും. ഈ കടലും ഈ കാറ്റുമൊക്കെയാണ് എനിക്ക് വരികൾ തരുന്നത്. നിനക്കിഷ്ടമായോ? ഒരുപാട് ഇഷ്ടമായി. നിന്റെ ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട് ജെറോം. കേട്ടിരിക്കുമ്പോൾ മനസ്സ് എവിടെയോ ദൂരേക്ക് പോകുന്നത് പോലെ തോന്നും. അവർ തമ്മിലുള്ള സംസാരം നീണ്ടുപോയി. ജെറോം തന്റെ സംഗീത സ്വപ്നങ്ങളെക്കുറിച്ചും മരിയ തന്റെ വീട്ടിലെ ചെറിയ വിശേഷങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഫോർട്ട് കൊച്ചിയിലെ ആ ചെറിയ വരാന്തയിൽ വെച്ച് 2 വ്യത്യസ്ത ലോകങ്ങൾ ഒന്നായി മാറുകയായിരുന്നു. മഴ കനത്തു. ചുറ്റുമുള്ള ലോകം മങ്ങിത്തുടങ്ങി. പക്ഷേ അവർക്കിടയിൽ ഒരു പുതിയ വെളിച്ചം ഉദിക്കുന്നുണ്ടായിരുന്നു. ജെറോം തന്റെ ഗിറ്റാർ ബാഗ് തുറന്ന് ഒരു ചെറിയ തന്ത്രി മീട്ടി. ഒരു പാട്ട് പാടണോ? അവൻ ചോദിച്ചു. മരിയ തലയാട്ടി. ജെറോം പാടിത്തുടങ്ങി. ഈ മഴയുടെ ഈണങ്ങൾ നിന്റെ ഓർമ്മകളെന്നിൽ പൂക്കുന്നു. ഈ തീരത്തിൻ്റെ മണൽ തരിയിൽ ഞാൻ നിനക്കായി കാതോർക്കുന്നു. ആ മഴത്തുള്ളികളെക്കാൾ മനോഹരമായി ആ സംഗീതം ഒഴുകി. മരിയ ആ സംഗീതത്തിൽ അലിഞ്ഞു ചേർന്നു. താൻ ഇതുവരെ കാണാത്ത, അനുഭവിക്കാത്ത ഒരു അനുഭവം അവളിലൂടെ കടന്നുപോയി. മഴ തോരാൻ തുടങ്ങിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു. തെരുവു വിളക്കുകൾ ഓരോന്നായി തെളിഞ്ഞു. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ജെറോം, വീട്ടിൽ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാകും, മരിയ പറഞ്ഞു. ശരി മരിയ, സൂക്ഷിച്ചു പോകണം. അടുത്ത ഞായറാഴ്ച കാണാം അല്ലേ? ജെറോം പ്രതീക്ഷയോടെ ചോദിച്ചു. കാണാം. ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൾ നടന്നു നീങ്ങി. ജെറോം അവിടെ തന്നെ നിന്നു. മരിയയുടെ രൂപം ഇരുട്ടിൽ മറയുന്നതുവരെ അവൻ നോക്കി നിന്നു. അവന്റെ മനസ്സിൽ ഒരു പുതിയ പാട്ടിന്റെ വരികൾ പിറക്കുകയായിരുന്നു. പ്രണയതീരത്തെ ആദ്യത്തെ പ്രണയഗാനം. അധ്യായം 2. സാൻക്രൂസ് ബസിലിക്കയിലെ പ്രാർത്ഥന. കൊച്ചിയിലെ ഞായറാഴ്ചകൾക്ക് ഒരു പ്രത്യേക വിശുദ്ധിയുണ്ട്. വെളുത്ത വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് പോകുന്ന വിശ്വാസികൾ, പൂക്കളുടെയും ചന്ദനത്തിരിയുടെയും മണം കലർന്ന വായു, തലേ ദിവസം പെയ്ത മഴയുടെ ഈർപ്പം ഫോർട്ട് കൊച്ചിയിലെ തെരുവുകളിൽ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. മരിയ അന്ന് നേരത്തെ തന്നെ പള്ളിയിലെത്തി. വെള്ള നിറത്തിലുള്ള കുർത്തയും നെറ്റിയിലെ ചെറിയ കറുത്ത പൊട്ടും അവളെ കൂടുതൽ സുന്ദരിയാക്കിയിരുന്നു. പള്ളിക്കുള്ളിലെ തണുപ്പും ആ മെഴുകുതിരി വെളിച്ചവും അവളുടെ മനസ്സിന് ഒരുതരം സമാധാനം നൽകി. എങ്കിലും അവളുടെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മഴയത്ത് കണ്ടുമുട്ടിയ ആ പാട്ടുകാരൻ ജെറോം, അവന്റെ വാക്കുകളും
ആ ഗിറ്റാർ തന്ത്രികളിൽ നിന്ന് ഉയർന്ന സംഗീതവും അവളുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. കുർബാന കഴിഞ്ഞു ആളുകൾ ഓരോരുത്തരായി പുറത്തേക്കിറങ്ങി. മരിയ പള്ളിമുറ്റത്തെ ആ വലിയ തണൽമരത്തിന് താഴെ നിന്നു. അവൾ ആരെയോ തിരയുകയായിരുന്നു. മരിയ! പരിചിതമായ ആ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ജെറോമായിരുന്നു അത്. പള്ളിയിലെ കൊയർ പാട്ടുകാർക്കുള്ള പ്രത്യേക വസ്ത്രത്തിലാണ് അവൻ. അവന്റെ കണ്ണുകളിൽ ഒരു തളർച്ചയുണ്ടായിരുന്നെങ്കിലും മരിയയെ കണ്ടപ്പോൾ അത് മാഞ്ഞുപോയി. കുർബാനയ്ക്ക് ജെറോമിന്റെ പാട്ട് കേട്ടു. വളരെ നന്നായിരുന്നു, മരിയ പതുക്കെ പറഞ്ഞു. സത്യമാണോ? ഞാൻ പാടുമ്പോൾ നിന്നെ പള്ളിക്കുള്ളിൽ എവിടെയും കണ്ടില്ല. നീ വന്നോ എന്ന് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, ജെറോം ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ പറഞ്ഞു. അവർ രണ്ടുപേരും പള്ളിമുറ്റത്ത് നിന്ന് റോഡിലേക്ക് നടന്നു. വഴിയരികിൽ ഐസ്ക്രീം വിൽക്കുന്നവരുടെയും ബലൂൺ കച്ചവടക്കാരുടെയും ബഹളം. നമുക്ക് ആ കടൽത്തീരത്തേക്ക് നടന്നാലോ? ജെറോം ചോദിച്ചു. മരിയ സമ്മതിച്ചു. അവർ പതുക്കെ കടൽത്തീരത്തെ നടപ്പാതയിലൂടെ നടന്നു. കടൽ അന്ന് ശാന്തമായിരുന്നു. ദൂരെ വലിയ കപ്പലുകൾ കൊച്ചി തുറമുഖത്തേക്ക് വരുന്നത് കാണാമായിരുന്നു. ജെറോം, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മരിയ കൗതുകത്തോടെ ചോദിച്ചു. ജെറോം ഒരു നിമിഷം ആലോചിച്ചു. അമ്മയുണ്ട്, പിന്നെ അനിയത്തിയും. പപ്പ മരിച്ചിട്ട് കുറച്ചു വർഷങ്ങളായി. മട്ടാഞ്ചേരിയിലെ ഒരു ചെറിയ വാടക വീട്ടിലാണ് ഞങ്ങൾ താമസം. സംഗീതം കൊണ്ടാണ് ഞാൻ എന്റെ വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് അത്ര എളുപ്പമല്ല മരിയ. എങ്കിലും എനിക്ക് സംഗീതമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ജെറോമിന്റെ വാക്കുകളിലെ ആത്മാർത്ഥത മരിയയെ സ്പർശിച്ചു. അവന്റെ കഷ്ടപ്പാടുകൾക്കിടയിലും അവൻ പുലർത്തുന്ന ആ പ്രത്യാശ അവളെ അത്ഭുതപ്പെടുത്തി. എന്റെ വീട്ടിൽ പപ്പ വളരെ സ്ട്രിക്റ്റ് ആണ് ജെറോം, മരിയ തന്റെ ജീവിതം തുറന്നു പറഞ്ഞു തുടങ്ങി. പാരമ്പര്യമായി ബിസിനസ് ചെയ്യുന്ന കുടുംബമാണ്. എന്റെ ആഗ്രഹങ്ങൾക്കൊന്നും അവിടെ വലിയ സ്ഥാനമില്ല. പഠനം കഴിഞ്ഞാൽ ഒരു നല്ല ആലോചന നോക്കി കല്യാണം കഴിപ്പിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. ജെറോം നടപ്പ് നിർത്തി അവളെ നോക്കി. നീ എന്തിനാണ് പേടിക്കുന്നത്? നിന്റെ മനസ്സ് പറയുന്നത് നീ കേൾക്കണം. നമ്മൾ ഒരിക്കൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ. ആ വാക്കുകൾ മരിയയുടെ ഉള്ളിൽ ഒരു പുതിയ ധൈര്യം നൽകി. അവർ മണിക്കൂറുകളോളം അവിടെ ഇരുന്നു സംസാരിച്ചു. കടൽക്കാറ്റ് അവരുടെ മുടിയിൽ തലോടി കടന്നുപോയി. ഇടയ്ക്ക് ജെറോം തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ കടലാസ് കഷ്ണം എടുത്തു മരിയയ്ക്ക് നൽകി. ഇതെന്താണ്? അവൾ ചോദിച്ചു. ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ എഴുതിയ വരികളാണ്. ഇതിന് ഈ ലോകത്ത് ആദ്യമായി ഇത് വായിക്കുന്നത് നീയാണ്. മരിയ ആ കടലാസ് നിവർത്തി വായിച്ചു. അതിൽ പ്രണയത്തെക്കുറിച്ചായിരുന്നില്ല, മറിച്ച് നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ചായിരുന്നു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ മരിയയുടെ കണ്ണുകൾ നിറഞ്ഞു. ജെറോം, നീ ഒരു വലിയ കലാകാരനാകും. ഉറപ്പാണ്. അവർ പിരിയാൻ നേരമായപ്പോൾ സന്ധ്യ മയങ്ങിയിരുന്നു. ആകാശത്ത് ചുവപ്പ് പടർന്നു. അടുത്ത തവണ കാണുമ്പോൾ ഞാൻ നിനക്കായി ഒരു പുതിയ ഈണം കേൾപ്പിച്ചു തരാം, ജെറോം യാത്ര പറഞ്ഞു. മരിയ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ജെറോം നൽകിയ ആ വരികൾ മാത്രമായിരുന്നു. പ്രണയം അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി അവളുടെ ഉള്ളിൽ പടരുകയായിരുന്നു. പക്ഷേ മട്ടാഞ്ചേരിയിലെ തന്റെ വീടിന്റെ പടിവാതിൽക്കൽ പപ്പയുടെ ഗൗരവത്തിലുള്ള മുഖം കണ്ടപ്പോൾ അവളുടെ ഉള്ളൊന്നു കാളി. പ്രണയതീരത്തെ ഈ യാത്ര അത്ര എളുപ്പമായിരിക്കില്ല എന്ന് അവൾക്കപ്പോൾ തോന്നി. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.